അദ്ദേഹം ഒരു തികഞ്ഞ കൃഷി സ്നേഹിയായിട്ടുള്ള അദ്ദേഹത്തിനെ ഇന്ന് ഇവിടെ ഈ പാർട്ടി ഓഫീസിനകത്ത് ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മഹത്യയെപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. എനിക്ക് വധഭീഷണിയുണ്ട്, അല്ല മരണഭീഷണിയുണ്ട്. ഞാൻ മരിക്കുവാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ആരോപണ വിധേയരായ ആൾക്കാർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അസ്വാഭാവിക മരണമാണോ എന്നത് പാർട്ടി സെക്രട്ടറി ബാബുരാജ് സൂചിപ്പിച്ചു. സ്വാഭാവിക മരണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, എന്നെ വധിക്കപ്പെടും, എന്നെ കൊല ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നമ്മുടെ ജനങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ദീർഘനാളുകളായ കൃഷിവകുപ്പിന് പരാതി കൊടുത്തിട്ട് ഒരു പരിഹാരമുണ്ടായിട്ടില്ല എന്ന് അയാളുടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പരാമർശിക്കുന്ന ആൾക്കാർ ഒരു പ്രധാന വിഷയം, എനിക്ക് വധഭീഷണിയുണ്ട്, അല്ല മരണഭീഷണിയുണ്ട്. ഞാൻ മരിക്കുവാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, പേരെടുത്ത് പറഞ്ഞിരുന്ന കുറേ ആൾക്കാർ, പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ചില ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞ അതിലിപ്പോൾ JP ഷാജി ഉൾപ്പെടെ ആൾക്കാരുടെ പേരെടുത്ത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ഉണ്ട്, നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും ആ വീഡിയോ ഒരു മരണമൊഴിയായിട്ട് എടുക്കണമെന്നുള്ളതാണ് BJPയും NDAയും ആവശ്യപ്പെടുന്നത്. 2008 മുതൽ ഇങ്ങോട്ടേക്ക് അദ്ദേഹം ഈ പ്രദേശത്ത് വൈക്കത്ത് നേരിടുന്ന വെല്ലുവിളികൾ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിയിലൂടെ ഒരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം തുരങ്കം വയ്ക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഏതൊക്കെ രീതിയിൽ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ട രീതിയിലേക്ക് വരെ അദ്ദേഹത്തെ മാറ്റുവാൻ വേണ്ടിയിട്ട് CPIയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം പേരെടുത്ത് തന്നെ നേതാക്കന്മാരെ പറയുന്നുണ്ട്. അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം നിരവധി തവണ, ഇതിന് മുമ്പ് ഒരു തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് നാട് വിട്ടു പോയതാണ്. വീണ്ടും തിരിച്ചു വന്നിട്ട് കൃഷി വകുപ്പിന് 1 രൂപയ്ക്ക് വിത്ത് കൊടുക്കാം അല്ലെങ്കിൽ തൈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൃഷി വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് നാളുകളോളം നടന്നിട്ട് സാധിക്കാതെ അദ്ദേഹം ഒരു തികഞ്ഞ കൃഷി സ്നേഹിയായിട്ടുള്ള അദ്ദേഹത്തിനെ ഇന്ന് ഇവിടെ ഈ പാർട്ടി ഓഫീസിനകത്ത് ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മഹത്യയെപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. അദ്ദേഹം ഒരു കാലിന് സ്വാധീനമില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ രീതിയിൽ മരണത്തിന് വിട്ടുകൊടുത്ത ഈ ഒരു ഭരണ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർഷകർക്ക് നേരെയുള്ള അവരുടെ സമീപനത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വൈക്കത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. MLA ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഉത്തരവാദികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കേരളമാകെ കർഷക മരണം, വൈക്കത്തിന്റെ പുത്രനാ, ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായത്, ഈ ആരോപണ വിധേയരായ ആൾക്കാർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അസ്വാഭാവിക മരണമാണോ എന്നത് പാർട്ടി സെക്രട്ടറി ബാബുരാജ് സൂചിപ്പിച്ചു. സ്വാഭാവിക മരണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഗൗരവമായി അന്വേഷിക്കണം. ആരോപണ വിധേയരായ ഇവിടെ ഉണ്ടായിരിക്കുകയും ഒരു മരണം സംഭവിക്കുകയും വയ്യാത്തൊരാൾ, കാല് വയ്യാത്തൊരാൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അന്വേഷിച്ച് നടപടി എടുക്കേണ്ട വിഷയമാണ്. ഇപ്പം എന്താണ് BJP പ്രധാനമായിട്ട് ഈ വിഷയം ഈ ബാബുരാജിൻ്റെ ഈ ചെല്ലപ്പൻ്റെ ഒരു ജീവിത പശ്ചാത്തലം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ അടുപ്പം ഉണ്ടായിരുന്നു? വളരെ അടുപ്പമുള്ള 10-20 വർഷമായിട്ട് എനിക്ക് അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃഷി വകുപ്പിനെതിരെയായിട്ടുള്ള ഒരു തൊട്ടപ്പുറത്താണ് പുള്ളിയുടെ ഫാം ഉണ്ടായിരുന്നത്. ആ ഫാമിൽ ഇവിടെ ആരോപണ വിധേയരായ ഈ JP ഷാജിയും അതുപോലെ സാനുവും, മരിച്ചുപോയ EYFൻ്റെ മണ്ഡലം സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നു സാനു, അവരൊക്കെ അദ്ദേഹത്തെ ആ ഫാം നശിപ്പിക്കുകയും പുള്ളി തല്ലുകയും പുള്ളിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നോടൊക്കെ വ്യക്തിപരമായ പരാതി, ഞാൻ പാർട്ടിയിൽ നിന്ന സമയത്ത് വ്യക്തിപരമായ പരാതി പറഞ്ഞിട്ടുള്ള ആളാണ്. പുള്ളിക്ക് ഇവിടെ വേറെ ശത്രുക്കളൊന്നുമില്ല. പക്ഷേ പുള്ളിനെ നിരന്തരമായി ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് പരാതി കഴിഞ്ഞ ദിവസം ഇവിടെ ആരോടോ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉത്തരവാദി CPI ആണെന്ന് പറഞ്ഞു. അതിനകത്ത് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TN രമേശനും അതുപോലെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് JP ഷാജിക്കെതിരെയാണ്. ഇന്നലെ ഈ മരണം നടന്നു എന്ന് പറയുന്ന സമയത്ത് 12 മണിയോളം സമയത്ത് ഇവരെ ഈ JP ഷാജി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉണ്ടായിരുന്നാണ് ഞാൻ രാവിലെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് മരണം നടന്നത്. ഇപ്പം CPIയുടെ മണ്ഡല സെക്രട്ടറി പറഞ്ഞിരുന്നത് ഇതൊരു സ്വാഭാവിക മരണമല്ല, അത് പരിശോധിക്കപ്പെടണമെന്ന്. ഞങ്ങളും ആ പക്ഷം തന്നെയാണ്. ഇത് സ്വാഭാവിക മരണമല്ലെങ്കിൽ ആരോപണ വിധേയമായ ആൾക്കാർ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നെങ്കിൽ അത് എന്തിനായിരുന്നു, അതിനുശേഷം എപ്പോഴാണ് മരണം നടന്നത്, ഇതൊരു കൊലപാതകമാണോ, ഇത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്
ഇവിടുത്തെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഉന്നയിക്കുന്നത് നിരന്തരമായി കൃഷി വകുപ്പിൽ നിന്നുള്ള പീഡനവും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു സ്ഥാപനം അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ എൻ്റെ ബാങ്കിലായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. ഈ പറയാൻ വലിയ സാമ്പത്തിക ബാധ്യതകൾ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഈ സർവീസ് സഹകരണ ബാങ്ക് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ പണം കൊള്ളയടിച്ച ബാങ്കാണ്. ഏതാണ്ട് ഒരു 40-40 കോടി രൂപ അഴിമതി നടത്തിയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഈ ഷാജി. അതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ. അപ്പം ഈ സഹകരണ ബാങ്കിൻ്റെ സഹകരണ ബാങ്കിൻ്റെ അഴിമതി അന്വേഷിക്കണം, ഈ മരണം അന്വേഷിക്കണം. രണ്ടും കണക്റ്റഡ് ആണ് ഇതിനകത്ത്. പ്രതിഷേധം 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 എൻഡിഎയുടെ പ്രതിഷേധം. എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയുവാൻ സാധിച്ചത് ഒരു കൊലപാതകം തന്നെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് BJP മുന്നോട്ട് വെക്കുന്നത് ഇതൊരു സമഗ്രമായ അന്വേഷണം വേണം. കാരണം നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു വശം തളർന്ന ഒരാളാണ്. ഒരു ഭാഗം തളർന്നിട്ട് അദ്ദേഹം മറ്റേ വാക്കറെ നടക്കുന്ന ഒരാളാണ്. അപ്പം ആ ഡെസ്കിന് മുകളിൽ കയറി അദ്ദേഹം അത്ര ഉയരങ്ങളിൽ കയറിട്ടുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യൂ എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അംഗീകരിക്കുക ഒരാൾ, ഒരു വശം തളർന്ന ആൾ ഇത്ര ഉയരത്തിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, എന്നെ വധിക്കപ്പെടും, എന്നെ കൊല ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നമ്മുടെ ജനങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ CPIയുടെ ആൾക്കാർ അദ്ദേഹത്തെ ഇലക്ഷന് മുപ്പാട് കൊല്ലും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ കൊല ചെയ്യപ്പെടും എന്നുള്ളത് ജനങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ പാർട്ടി BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നിപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി ഇതുപോലെയുള്ള മരണങ്ങൾ കാണുമ്പോൾ, ഇതുപോലെയുള്ള ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അതിനെ അന്വേഷണം വേണമെന്നുള്ള കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ അദ്ദേഹം ഈ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ CPIയുടെ ഈ ഓഫീസ് ഇത് പോലീസിൻ്റെ നിയന്ത്രണത്തിൽ അടച്ചുപൂട്ടി സീല് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഈ മരണം നമുക്ക് ഒരു ദുരൂഹമായി മനസ്സിലാക്കിയതുകൊണ്ട് ഇതിനകത്ത് തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഇത് കൃത്യമായും ഈ ഓഫീസ് അടച്ച് സീല് വെക്കണം. ഇദ്ദേഹത്തിനെ കൊല ചെയ്യപ്പെട്ടവർക്കെതിരെ നിയമപരമായ നടപടികളുണ്ടാകണം. അതിനൊരു സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്നത്. എൻ്റെ പേര് പ്രീജു കെ ശശി, BJPയുടെ വൈക്കം മണ്ഡലം ജനറൽ സെക്രട്ടറി.